നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ചെറുവക്കൽ അയന്തിയിൽ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാളിയോട് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ലവി മനോജ് അധ്യക്ഷത വഹിച്ചു. ചെങ്കൂർ ചീഫ് ഇമാം ഷാനവാസ് ബാഖബി സന്ദേശം നൽകി. ചെങ്കൂർ ജമാഅത്ത് പ്രസിഡന്റ് സത്താർ, സന്തോഷ് ബേബി, അഡ്വക്കേറ്റ് കുമാരപിള്ള, പാപ്പച്ചൻ, നൌഷാദ് മൗലവി, പ്രകാശ് സാജൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചെറുവക്കൽ. എന്ത് രസമായിരുന്നു നമ്മളെ നാട്. എല്ലാവരും ഉണ്ട്, എല്ലാവരും വളരെ സ്നേഹത്തോടെ നോമ്പാവുമ്പോ നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും. എന്റെ വീടിന്റെ താഴെയും മുകളിലും 2 ഹൈന്ദവ സഹോദരങ്ങളാണ് താമസിക്കുന്നത്. സരസ്വതി ചേച്ചി, അതുപോലെ വാമനൻ അണ്ണൻ, മുകളിൽ രാധാകൃഷ്ണ അണ്ണൻ, ഉഷ ചേച്ചി. ഇവരൊക്കെ എന്തൊരു സ്നേഹമാണ് നമ്മളോടൊക്കെ. നമ്മളെ എടുത്തുകൊണ്ട് നടന്നവരാണ്. ഇവിടെ ഒരുപാട് കഞ്ഞി കുടിച്ചവരാണ്. ഇപ്പൊ ചിലപ്പോ തിരക്കാകുമ്പോ പറയും, ഇപ്പൊ വലിയ മുസ്ലിംകാരായ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കൂല എന്ന് ചോദിക്കും ചിലപ്പോ. അപ്പൊ ഈ ചോദ്യം തമാശക്കാണെങ്കിൽ ഞാൻ അപ്പോ ഇറങ്ങി പോയിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ എടുക്കുന്നതാണ്. കാരണം അവരാണ് നമ്മൾ എടുത്തുകൊണ്ട് നടന്നത്. ഉമ്മയും വാപ്പയും ദൂരോട്ടൊക്കെ പോകുമ്പോ ഇവരെ ഏൽപ്പിച്ചിട്ടല്ലേ പോകല്. അപ്പൊ ആ സൗഹൃദങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. അതിനാരാണോ തുരങ്കം വെക്കുന്നത് അവരെ നമ്മൾ അകറ്റി നിർത്തണം. സത്യത്തിൽ സ്വസ്ഥതയുള്ള ഒരു സമൂഹം വേണ്ടേ? നമുക്കെല്ലാവർക്കും ജീവിക്കണമല്ലോ. നമുക്കെല്ലാവർക്കും ജീവിക്കണം. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം, നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം, സുഖമായി കിടന്നുറങ്ങണം. ഇതൊരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ നീഡ്സ് ആണല്ലോ. പ്രാഥമികമായി ഏതൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്താ? നല്ലൊരു ഭക്ഷണം കഴിക്കണം, സ്വസ്ഥമായി ഉറങ്ങണം, മക്കളൊക്കെ നല്ല രൂപത്തിലാവണം. ഈ സ്വസ്ഥത, ഈ ഒരു സന്തോഷം നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നടക്കുവോ? പിടിച്ചാൽ നിൽക്കുവോ? നമ്മളെ നാടിന്റെ എല്ലാവർക്കും കഴിവില്ലേ? എല്ലാവരും അങ്ങനെ അക്രമത്തിന് മുതിർന്നാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? സന്തോഷം ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ. ഈ സന്തോഷം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ വിശ്വാസം നമ്മളുടെ വലിയ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട്, മറ്റുള്ള വിശ്വാസക്കാരോട് മനുഷ്യത്വപരമായി ഇടപെടാമല്ലോ. ഇപ്പൊ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ മറ്റുള്ളത് നിർബന്ധിക്കേണ്ടതില്ല, അല്ലെങ്കിൽ കുർബാന നടത്തുന്നിടത്ത് ഞാൻ വരേണ്ടതില്ല. ഹൈന്ദവ ക്ഷേത്രത്തിലെ അവിടുത്തെ പ്രതിഷ്ഠാകർമ്മത്തിന് ഞാൻ പോവേണ്ടതില്ല. അവിടെ വിശ്വാസികളായ ആളുകളാണ് പോവേണ്ടത്. എന്നാൽ സാമൂഹ്യപരമായി ഇപ്പൊ എന്റെ വീട്ടിൽ കല്യാണം നടക്കുന്നു, എന്റെ മകളുടെ കല്യാണം, അല്ലെങ്കിൽ എന്റെ വീട് ബാല്യകാലം, ഇങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയുന്ന സാമൂഹികമായ മതത്തിന്റെ അനുഷ്ഠാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇടപെടാൻ കഴിയുന്ന എത്ര സ്ഥലങ്ങളുണ്ട്, എത്ര സന്ദർഭങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ ഈ സ്വസ്ഥത നിലനിൽക്കണം. ആർക്ക് വേണ്ടി നിലനിൽക്കണം? നമുക്ക് എല്ലാവർക്കും വേണ്ടി നിലനിൽക്കണം. എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വസ്ഥത നഷ്ടപ്പെടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം സംഗമങ്ങൾ, ഇഫ്താർ സംഗമം, സർക്കാർ സംഗമം നടത്തുന്നുണ്ട്, ഇഫ്താർ സംഗമങ്ങൾ നടത്തുന്നുണ്ട്, പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നുണ്ട്, വ്യത്യസ്ത മതവിഭാഗങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ പലരും പല സന്ദർഭങ്ങളിലും അവരുടെ എല്ലാവരുടെയും പല വിശ്വാസങ്ങളുടെ ഭാഗമായി മാനവ സംഗമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ഇവിടെ നിലനിൽക്കണം. അത് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് അത്യന്താപേക്ഷിതമാണ്. സ്വസ്ഥമായ ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടാവണം. ബഹളങ്ങളില്ലാതെ, അടിപിടികളില്ലാതെ, പ്രശ്ന